നമസ്തേ. പാസിഫ്ലോറ എഡുലിസ്, പാഷൻ ഫ്രൂട്ട്. ഇന്നത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ ഇൻഫോർമേഷൻ പർപ്പസ് ഓൺലി. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, ഡയറക്ടർ AIMRC. നിങ്ങൾക്കെല്ലാം അറിയാം, കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ലഭിക്കുന്ന, പ്രത്യേകിച്ച് വെസ്റ്റേൺ ഗാട്സ് മലനിരകളിലും മലയോരങ്ങളിൽ ലഭിക്കുന്ന ഒരു അപൂർവ അല്ലെങ്കിൽ അപാരമായ മെഡിക്കൽ ബെനിഫിറ്റുള്ള ഒരു പഴമാണ് പാഷൻ ഫ്രൂട്ട്. ഈ പാഷൻ ഫ്രൂട്ടിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്ര രംഗത്ത് ഈ പഴത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഫൈബർ, ഏറ്റവും കൂടുതൽ വിറ്റാമിൻ C, വൈറ്റമിൻ A, അയേൺ, വളരെ കുറച്ച് കാൽസ്യം എന്നിവ പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നു. ക്രോണിക് ഇൻഫ്ലമേഷൻ അഥവാ ശരീരത്തിലെ നീര്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും 100-ൽ 75 പേരും ആൻസൈറ്റി അഥവാ ഉത്കണ്ഠ, ഡൈജഷൻ അഥവാ ശരിയായ രീതിയിൽ ഡൈജഷൻ ഇല്ലായ്മ, ഒപ്പം കാർഡിയോ വാസ്കുലാർ ഡിസീസ്, ഹൃദ്രോഗം. വൈറ്റമിൻ C അധികമുള്ളത് കൊണ്ട് വൈറ്റമിൻ Aയും ഇത് ഉത്കണ്ഠയെ കുറയ്ക്കുന്നു എന്ന് ഞങ്ങൾ ഗവേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞു. നിങ്ങൾ നിർബന്ധമായും ഒരു വീട്ടിൽ 5 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യണമെന്നും, നിങ്ങളെല്ലാവരും ഭക്ഷണത്തിൽ നമ്മളുടെ ശരീരത്തിലെ ഫെർമെൻറ്റേഷൻ അഥവാ ഗട്ട് ബാക്ടീരിയ, കുടൽ ബാക്ടീരിയ നല്ലതുണ്ടാവാൻ നിങ്ങൾ പാഷൻ ഫ്രൂട്ട് ദിവസം 1-2 കഴിക്കണമെന്നും, നിങ്ങൾക്ക് സൈക്കോസൊമാറ്റിക് ഡിസീസിൽ നിന്ന്, പ്രത്യേകിച്ച് ശരീരവും മനസ്സുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ് ഭാരതത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ പുതിയ ഗവേഷണ പ്രകാരം 4001 രോഗങ്ങൾ. ഇത് ശരീരത്തിനെ മാത്രമല്ല, മനസ്സിനെയും വികാരങ്ങളെയും മാനസിക ആരോഗ്യത്തെയും ബാധിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്കും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന അഥവാ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന മോട്ടോർ ന്യൂറോൺ ഡിസീസ് അഥവാ ALS, അപ്പർ മോട്ടോർ ഡിസീസ്, ലോവർ മോട്ടോർ ന്യൂറോൺ ഡിസീസ്. ഇവർക്ക് ഇത് സൈക്കോസൊമാറ്റിക് ആവും സ്റ്റേജ് 3 കഴിഞ്ഞാൽ. അപ്പോൾ ഇവർ അമിത ഉത്കണ്ഠയിലാവും. മിക്ക നാഡീഞരമ്പ് രോഗികളും ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നമാണ് ഉത്കണ്ഠ അഥവാ ആൻസൈറ്റി, പാനിക് അറ്റാക്ക്, രാത്രി ഉറക്കമില്ലായ്മ, അസ്വസ്ഥത, പഴയ ചിന്തകൾ കയറി കൂടി വരിക, ആത്മഹത്യാ പ്രവണത. അപ്പോൾ ഈ പഴവുമായിട്ട് ബന്ധം പറഞ്ഞാൽ ഇത് ഇത്രയും ന്യൂട്രിയൻസിൻ്റെ, പോഷകാഹാരങ്ങളുടെ കലവറയായതിനാൽ, ഏറ്റവും കൂടുതൽ ഫൈബർ ഉള്ളതിനാൽ ഇത് ക്യാൻസർ രോഗികൾക്കുള്ള ഏറ്റവും നല്ല ഭക്ഷണമാണ് ഈ പാഷൻ ഫ്രൂട്ട്. കാരണം ക്യാൻസർ രോഗികളിൽ 12 മുതൽ 17 വരെയുള്ള ക്രോമോസോമിൻ അഥവാ ജീനിനെയാണ് ഇത് ബാധിക്കുന്നതെന്നും, ഇവിടെ നമ്മുടെ ഈ കാർസിനോജനിക് എന്ന് പറയുന്ന ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന ആ ജനിതക മാറ്റത്തെ പ്രതിരോധിക്കാൻ അമിത അളവിൽ വിറ്റാമിൻസ്, മിനറൽസ് വേണമെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഫോളിക് ആസിഡും അയേണും ഫൈബറും. ഇത് ഏറ്റവും കൂടുതൽ പാഷൻ ഫ്രൂട്ട് ഉള്ളതിനാൽ നിങ്ങൾ ക്യാൻസർ രോഗികൾ പാഷൻ ഫ്രൂട്ട് 1-2 കഴിക്കണമെന്നും, ഇത് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഷോപ്പിൽ കിട്ടാൻ പ്രയാസമാണെന്നും, പക്ഷേ അട്ടപ്പാടി, വയനാട്, ഇടുക്കി പോലുള്ള മലനിലകളിൽ ഇത് ധാരാളം വെസ്റ്റേൺ ഘാട്ടുകളിൽ ലഭിക്കുന്നുണ്ടെന്നും ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അർബുദ രോഗികൾ, നാഡീഞരമ്പ് രോഗികൾ, മാറാ രോഗികൾ, മാനസിക ആരോഗ്യ പ്രശ്നമുള്ളവർ, അമിത ഉത്കണ്ഠയുള്ളവർ, പാർക്കിൻസോണിസം, അൽഷിമർ രോഗികൾ ഈ പഴം ധാരാളമായി കഴിക്കണമെന്ന് വൈദ്യശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ നിങ്ങളോട് എളിമയോടെ ഉപദേശിക്കുന്നു. നിങ്ങൾ പഴങ്ങളും പച്ചക്കറികളും ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ, പച്ചക്കറികൾ പകുതി വേവിച്ച് കഴിക്കാവൂ, ഓർഗാനിക്, പക്ഷെ അത് വിഷവിമുക്തമാണ് ആക്കി കഴിക്കണമെന്ന് മാത്രം. നിർബന്ധമായും പാഷൻ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, വൈറ്റമിൻ C അടങ്ങിയ പുളിയുള്ള പഴങ്ങളെ നിങ്ങൾ കൂടുതൽ ആശ്രയിക്കുക.
പരമാവധി നിങ്ങൾ ആശുപത്രിവാസം ഒഴിവാക്കുക, പ്രകൃതിയിലേക്ക് മടങ്ങുക, പ്രകൃതിദത്ത ജീവിതം നയിക്കുക. പ്രകൃതി നിയമങ്ങൾ അനുസരിക്കാത്തതാണ് എല്ലാ രോഗങ്ങളുടെയും മാറാരോഗങ്ങളുടെയും മൂലകാരണം. അതുകൊണ്ട് ആർത്തി ഒഴിവാക്കി നിങ്ങൾ പ്രകൃതിദത്ത ജീവിത രീതിയിലേക്ക് വരിക. താങ്ക് യു. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ഡയറക്ടർ AIMRC, www.worldrehabilitationorganization.com, ഇമെയിൽ arogya.research@gmail.com. താങ്ക് യു. ഇന്ത്യൻ ഹെഡ്ക്വാർട്ടർ പാലക്കാട്, കേരള സ്റ്റേറ്റ്. ഞങ്ങളുടെ അന്താരാഷ്ട്ര ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ചില പഠന റിപ്പോർട്ടുകൾ മാത്രം. നമസ്തേ. ലോക സമസ്ത സുഖിനോ ഭവന്തു. വസുദൈവ കുടുംബകം. താങ്ക് യു.